ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് മക്കയിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ അങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു വ്യാഴാഴ്ച രാത്രിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ കൂടെ കസിൻ ബ്രദറും ഉണ്ടായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അവിടെ എത്തും വരെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കണ്ടുകൊണ്ടിരുന്ന കഅബ അങ്ങോട്ട് എത്താൻ പറ്റുക, അത് കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഉംറയാണ്. അതും അത് ഹസ്ബൻഡിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനവിടെ കാർ പാർക്കിങ്ങിൽ കാറ് നിർത്തിയ ടൈമിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടവും അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരവസ്ഥകളായിരുന്നു. കാരണം പലരും നമ്മളടുത്ത് ഉംറക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഹജ്ജിന് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ദുആ ചെയ്യാനൊക്കെ ഏൽപ്പിക്കും. ഇന്ന് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ പറയണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ആദ്യമായിട്ട് കഅബ കണ്ട ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് തന്നെയാണ്. ആ ഒരു ടൈമിൽ നമ്മൾ ആദ്യമായിട്ട് കഅബ കാണുമ്പോൾ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് സഫലീകരിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസം. ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ പോയ ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കഅബ തൊടാനോ ഹജറുൽ അസ്വദ് മുത്താനോ അതൊന്ന് തൊട്ട് നോക്കാനോ ഒന്നും നമുക്ക് പറ്റിയില്ല. അയ്യോ അവിടെ ഇരുന്നോ? ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇരിക്കണം, എവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ത്വാഫൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്കാണ് പോയത് കേട്ടോ. താഴെയൊക്കെ നല്ല തിരക്കിയെന്ന് അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മുകളിലാണ് സൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഈ കുട്ടിയെ കണ്ടോ? അവരുടെ ഉമ്മ കയ്യിലൊരു ബാൻഡൊക്കെ ഇട്ടിട്ട് അവർ കൂട്ടം തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ അങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മോളെ, എൻ്റെ ചെറുതിനെ ഞാനും ഹസ്ബൻഡും അങ്ങനെ മാറി ഒക്കെ അങ്ങനെ എടുത്ത് നടന്നൊക്കെയായിരുന്നു. കുറച്ച് സമയമൊക്കെ അവൾ അങ്ങനെ ഒറ്റക്കും നടന്നു. ലാസ്റ്റ് റൗണ്ടൊക്കെ ആയപ്പോൾ ഓൾ ഒറ്റക്ക് നടക്കാൻ തുടങ്ങി, കൈ പിടിച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങി. അതുവരെ ഞാനും ഹസ്ബൻഡും മാറി മാറി അങ്ങനെ എടുത്തൊക്കെയായിരുന്നു. എല്ലാം കഴിഞ്ഞ് സംസം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാക്കും ബ്രദറും കൂടെ പോയ ടൈമിൽ അവരെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നു പോയി. ഞാനിവിടെ എത്തിപ്പെട്ടത്, ഉംറ ചെയ്യാൻ പറ്റിയത്, കഅബ കാണാൻ പറ്റിയത്, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ ആലോചിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാനേ തോന്നില്ല. കുറച്ച് തോനെ സമയം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം, അവിടെ കുറച്ച് സമയം കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നമുക്കങ്ങനെ തോന്നിപ്പോവും. നമുക്ക് എന്താ പറയുക, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ടൈമും കൂടെ നിന്നീനെങ്കിൽ എന്നൊക്കെ കുറേ ഇരുന്ന് ആലോചിച്ച്. ഏതായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അങ്ങനെ ഉംറ കംപ്ലീറ്റ് ആയി. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം എൻ്റെ 2 മക്കൾക്കും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഉംറ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഉംറ ചെയ്യണത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇത്രയും ചെറുപ്പത്തിൽ ഈ പുണ്യഭൂമിയിൽ എത്താനും ഇവിടെ കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയത് അൽഹംദുലില്ലാ. അങ്ങനെ ഉംറയൊക്കെ കംപ്ലീറ്റ് ആയി ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഏതൊരു മുസ്ലിമിൻ്റെയും ഒരു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും മക്ക കാണണം, ഒരു ഉംറയോ ഹജ്ജോ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവർക്കും പഠിച്ച റബ്ബ് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.